ഹായ്, വെബ്സൈറ്റ് ഡിസൈനിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കി കഴിയുമ്പോൾ ടോപ്പിലായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ഈ കോഴ്സിൻ്റെ ഓഫർ എന്നാണ് ഇത് എൻഡ് ചെയ്തിരിക്കുന്നത്. അതൊരു നോട്ടിഫിക്കേഷൻ മെയിലിൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതെങ്ങനെയാണ് ഈ ഹെഡറിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യുന്നത് പറയുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കത് ഒരു സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കവിടെ ഇതുപോലെ ചെയ്യാം. അതല്ലാതെ നോട്ടിഫിക്കേഷൻ പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലഗിൻസ് യൂസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലഗിനാണ് ബാനർ എന്ന് പറഞ്ഞൊരു പ്ലഗിനാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ബാനർ എന്നാണ് എൻ്റെ പേര്. സോ ആ സിമ്പിൾ ബാനർ നിങ്ങൾ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ പ്ലഗിൻസിന് വന്നതിന് ശേഷം അവിടെ സിമ്പിൾ ബാനർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആഡ് ന്യൂ പ്ലഗിൻ കൊടുക്കുക. ആഡ് ന്യൂ പ്ലഗിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സിമ്പിൾ ബാനർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, അതിൽ ആദ്യത്തെ റിസൾട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്ലഗിനാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആക്റ്റീവ് ആക്കുക. ആക്റ്റീവ് ആക്കി കഴിയുമ്പോൾ അത് നമുക്ക് ലെഫ്റ്റ് സൈഡ് സിമ്പിൾ ബാനർ എന്ന് പറഞ്ഞ പേജിൽ നമുക്കിവിടെ വന്ന് കിടക്കുന്നത് കാണാം. സോ സിമ്പിൾ ബാനർ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അതായത് സിമ്പിൾ ബാനർ ഹൈഡ് ചെയ്യേണ്ട നോ ആക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ബ്ലൂവിൽ വൈറ്റ് ടെസ്റ്റിലാണ് ഇത് വന്നേക്കുന്നത്. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടെസ്റ്റിലുമാണ് ഇത് വന്നേക്കുന്നത്. സോ അതുപോലത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ ആ ഒരു കളർ തീം കളർ ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനി സിമ്പിൾ ബാനർ ടെസ്റ്റ് നമുക്കിത് കൊടുക്കാം. ഇത് കൊടുത്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഒരു കോഴ്സ് ആയതുകൊണ്ട് ഓഫർ വിൽ ബി എന്ന് പറഞ്ഞാണ് ഞാനിവിടെ ജസ്റ്റ് കോഴ്സ് ആഡ് ചെയ്യുകയാണ്. കോഴ്സ് ഓഫർ വിൽ ബി എൻഡ് ഓൺ 28 ഫെബ്രുവരി 2024 എന്നാണ് ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അത് സേവ് ചേഞ്ചസിലേക്ക് കൊടുക്കുന്നു. സേവ് ചേഞ്ചസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇനി അത് വെബ്സൈറ്റിൽ നമുക്കത് കാണാൻ സാധിക്കും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇതൊരു നോട്ടിഫിക്കേഷനാണ്. ഇത് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമല്ല. ഇത് നമ്മൾ എന്താണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കുമല്ല. ഇത് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ നോട്ടിഫിക്കേഷൻ അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിരിക്കും. ഇനി ധാരാളം നോട്ടിഫിക്കേഷൻ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത വേറെയും പ്ലഗിൻസുകളുണ്ട്. സോ ഇത് വളരെ ബെനിഫിറ്റാണ്. അതായത് നമുക്ക് യൂസർ വരുമ്പോൾ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് വന്നു കഴിയുമ്പോൾ അവരെ ഒന്ന് ഷോ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള ഓഫറുകൾ എന്നാണ് എൻഡ് ഡേറ്റ് അല്ലെങ്കിൽ പുതിയ ഓഫറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സെയിലുകൾ ഡിസ്കൗണ്ട് സെയിലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ പോലെ ബാനർ പോലെ നമുക്ക് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ ഇത് നല്ലൊരു ഫീച്ചറാണ്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.